പ്രധാന രാജി കണ്ടല്ലാതെ ഇവരാരും മടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കാൻ മാത്രമേ ഇപ്പോൾ ഈ രാജ്യത്ത് മനസ്സാക്ഷിയുള്ള മനുഷ്യർക്ക് കഴിയുള്ളൂ. ആ പണിയാണ് പ്രതിപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ചോദിച്ചു, കുറെ ആളുകൾ എന്തിനും വിസ്മയ മോഹൻലാലിനെ ചീത്ത പറയുന്നു, കുറെ ആളുകൾ ടോവിനെ ചീത്ത പറയുന്നു. അതേ ചോദ്യമാണ്, എന്തിന് ബാരിക്കേഡുകൾ വെച്ച് സമാധാനപരമായ ഒരു സമരത്തെ തടയുന്നു? സംഘികൾക്ക് ഇങ്ങനെ മാത്രമേ ആകാൻ കഴിയുള്ളൂ. ഇപ്പോൾ രാജ്യം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും സംഘപരിവാറിന് പൊള്ളുന്നുണ്ട്. കാരണം അവർ ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആത്മാവിനെ കത്തിവെച്ച് ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ തകർക്കാൻ സംഘപരിവാർ ശ്രമിക്കുകയാണ്. അതിനാൽ അവർക്ക് ജനാധിപത്യപരമായി ഉയർന്നു വരുന്ന എല്ലാ ചോദ്യങ്ങളോടും അസഹിഷ്ണുതയുണ്ടാവും. അതാണ് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നത്, സർക്കാരിന്റെ പ്രവൃത്തിയിലൂടെ കാണുന്നത്. ഒരു ഭാഗത്ത് വിദ്യാർത്ഥികളെ ന്യായമായ ആവശ്യമുയർത്തി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അവർ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കും. ചോദ്യം ചെയ്യപ്പെടാൻ ആകാത്തതല്ല ഭരണകൂടമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടാൽ തങ്ങൾക്ക് പലതും നഷ്ടപ്പെടാനുണ്ട് എന്ന് അവർക്കറിയാം. കാരണം അവർക്ക് എല്ലാ കാലത്തും ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പഠിച്ചിട്ടുള്ളൂ. ചരിത്രത്തെ തിരുത്തി എഴുതാൻ, അതായത് ചരിത്രത്തെ വളച്ചൊടിക്കാൻ മാത്രം പഠിച്ചവരാണ് ഇപ്പോൾ ഭരണകൂടമായി നിലകൊള്ളുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായ ഒരു പ്രക്ഷോഭത്തെയും ഉൾക്കൊള്ളാനുള്ള മനസ്സും വിശാലതയുമില്ല. അതുകൊണ്ട് കൂടിയാണ് അവർ ഇതിനെയെല്ലാം അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിലാണെങ്കിലും സമരമുഖത്തുള്ള മനുഷ്യർക്കൊപ്പം നിലകൊള്ളേണ്ടത് ഭരണകൂടത്തിനെ എതിർക്കുന്ന, അതായത് ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധതയെ എതിർക്കുന്ന എല്ലാവരുടെയും ആവശ്യമായി മാറുന്നത്. അവിടെയാണ് ഇന്ന് പ്രതിപക്ഷം മുന്നിൽ നിൽക്കാൻ ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്.